തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ചൈന. വിഷയം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകും എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് US പ്രസിഡന്റ് ട്രംപിന് അറിയിച്ചു. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ ഐതിഹാസികമായ ചൈന സന്ദർശനം തുടരുകയാണ്. നിരവധി കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു പരമപ്രധാനമായ വിഷയം ചൈനീസ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. തായ്വാൻ തങ്ങൾക്ക് ഏറ്റവും നിർണായകമായ ഒന്നാണെന്നും അവിടെ ഇടപെടുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണെന്നും അതിൽ വീഴ്ച സംഭവിച്ചാൽ സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നും മറ്റുമാണ് ഷീ ജിൻപിങ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, തായ്വാനിൽ അമേരിക്കയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും തായ്വാൻ കടലിടുക്കിലെ സമാധാനവും സ്ഥിരതയും മറ്റും ചൈന US ബന്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാലങ്ങളായി. അവിടെയാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ് ഷീ നൽകിയത് എന്നുള്ളത് പരമപ്രധാനമായി കാണുന്നുണ്ട്. വിനോദ വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനോദ്, ഈ വിഷയത്തെ നന്നായി കൈകാര്യം ചെയ്യണം, അപകടകരമായ സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് ഷീ ജിൻപിങ് പറയുമ്പോൾ തായ്വാനിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അത് വിരുദ്ധമാണ്. സംഘർഷം ഒത്തുതീർപ്പിലാക്കുന്നതിന് വേണ്ടി ചൈന മുൻകൈയെടുക്കുന്നുണ്ട്. ഈ ഇറാനുമേലുള്ള അമേരിക്കയുടെ ആക്രമണം, തിരിച്ചുള്ള ആക്രമണം, ഇതെല്ലാം അവസാനിപ്പിക്കണം. ഹോർമുസ് വഴിയുള്ള എണ്ണ വ്യാപാരം അത് കൃത്യമായി നടക്കണം. അങ്ങനെ റഷ്യ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ആവശ്യപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് ചൈന. സമാധാനം കൊണ്ടുവരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന അങ്ങനെ ഒരു നീക്കം നടത്തുന്ന രാജ്യമാണ് ചൈന. പക്ഷേ ഈ തായ്വാൻ്റെ വിഷയം വരുമ്പോൾ ചൈനയെ സംബന്ധിച്ച് അതൊരു പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന വിഷയമാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് ചൈന ആവർത്തിച്ച് പറയുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് ഈ സമയങ്ങളെല്ലാം കടന്നുപോയത്. തായ്വാനാകട്ടെ ഏതാണ്ട് 2.5 കോടി ജനതയുള്ള ഒരു ദ്വീപ രാഷ്ട്രമാണ്. അവർ തീർച്ചയായും ഒരു സ്വയം റിപ്പബ്ലിക് എന്ന നിലയ്ക്ക് തന്നെ മറ്റൊരു സ്വതന്ത്ര രാജ്യമായി അവരുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇതൊരു സങ്കീർണമായ വിഷയമാണ്. നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധം അത് അവസാനിപ്പിക്കുന്നുവെന്ന് റഷ്യ പറയുമ്പോൾ വലിയ പ്രത്യാശയോടുകൂടിയാണ് പശ്ചിമേഷ്യയുടെ സാഹചര്യത്തെയും ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ എത്രമാത്രം സങ്കീർണമായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം ആ കാലഘട്ടമെന്ന് നമുക്ക് വളരെ നന്നായി അറിയാവുന്നതാണ്. ഇപ്പോൾ വെടിനിർത്തൽ തുടരുകയാണ്. അതുപോലെ ഒരു പ്രശ്നമാണ് ഈ ചൈനയെ സംബന്ധിച്ച് തായ്വാനുമായിട്ട് നിരന്തരം ചൈന ഈ ഏറ്റുമുട്ടൽ, ഒരുപക്ഷെ അത് ഒരു യുദ്ധ രീതി അല്ലെങ്കിൽ പോലും യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ പോലും തായ്വാനെ ചൈനയുടെ ഭാഗമാക്കാനുള്ള പല വഴികൾ ചൈന നടത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിലാകട്ടെ അല്ലെങ്കിൽ ഈ ആയുധ ശേഷിയുമായി ബന്ധപ്പെട്ട് ആകട്ടെ. നമുക്കറിയാം, വലിയ ശക്തിയാണ് ആയുധ ശേഷിയുടെ കാര്യത്തിൽ ചൈന എന്ന വലിയ ഒരു മഹാരാഷ്ട്രം. ആ ഒരു തായ്വാന് എവിടെ നിന്നാണ് പിന്തുണ കിട്ടുന്നത്? അവിടെയാണ് അമേരിക്കയും ചൈനയുമായിട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാകുന്നത്. $7 ബില്യൺ ആയുധമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തായ്വാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. അതായത് തായ്വാനെ ഈ സ്വതന്ത്ര റിപ്പബ്ലിക്കായി നിവർന്നു നിൽക്കാൻ അനുവദിക്കുന്നതിൽ അമേരിക്കയുടെ വലിയ സഹായമുണ്ട്. ഇതിൽ ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ട്. ഈ ഒരു പ്രശ്നം തന്നെയാണ് അമേരിക്കയും ചൈനയുമായിട്ടുള്ള തർക്കങ്ങൾക്ക് ഉള്ള അടിസ്ഥാന കാരണങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. തായ്വാൻ വിഷയം വളരെ കരുതലോടുകൂടി മാത്രമേ അമേരിക്ക കൈകാര്യം ചെയ്യാവൂ, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകും, അത് ഏതറ്റം വരെയും പോകുമെന്നൊരു ഭീഷണിയുടെ സ്വരം കൂടി ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. അതേസമയം 200 ബോയിങ് വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങുകയാണ്. അതിൻ്റെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ തീരുവ യുദ്ധം അത് പരിഹരിക്കപ്പെട്ടത് ഏതാണ്ട് 100% മുകളിലേക്ക് ഇരു രാജ്യങ്ങളും പരസ്പരം തീരുവ ചുമത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് 10 മുതൽ 20 വരെ എന്ന നിലയിലേക്കായിട്ടുണ്ട്. അവിടെയും അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെയാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു സൗഹൃദം അവിടെയും വളർന്നു വരുന്നു. തായ്വാൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ലോകത്ത് ആകെ വിപണനം ചെയ്യുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്നത് തായ്വാനാണ്. അങ്ങനെ ഒരു സാമ്പത്തിക ശേഷിയുള്ള വലിയ സാധ്യതകളുള്ള ഒരു രാജ്യമാണ് തായ്വാൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് തായ്വാന് മേൽ ഒരു കണ്ണുള്ളതും. പക്ഷേ തായ്വാൻ അവിടെയും ഭയമുണ്ട്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ നിലപാടുകൾ. ട്രംപ് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റുക, വാക്ക് മാറ്റുക? അമേരിക്ക എന്ന വലിയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ അവിടെ വലിയ വാണിജ്യ സാധ്യതകളുണ്ടെങ്കിൽ ട്രംപ് തീർച്ചയായും ചൈനയുമായി പരിപൂർണമായി ചേർന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തായ്വാൻ ഒറ്റപ്പെട്ടു പോകുന്നൊരു നിലയുണ്ടാകും. അമേരിക്കയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ തായ്വാന് ഇപ്പോഴത്തെ ഏതായാലും ആ വിഷയം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷീ ജിൻപിങ്ങും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൈന അത് ഉന്നയിക്കുന്നു. അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല തായ്വാനിൽ ഇത്ര കടുംപിടുത്തം ചൈന പിടിക്കുമെന്നുള്ളത്. പക്ഷേ അതൊരു വലിയ വിഷയമായി അവരെടുക്കുകയും ചെയ്യുന്നു.